ഗുഡ് ഈവനിങ് ടോൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസിലെ അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാണുന്നത്, അതുപോലെ തന്നെ കണ്ടിന്യൂ സീരീസിൽ എങ്ങനെയാണ് അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കണ്ടിന്യൂ സീരീസ് ആകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അസ്യൂംഡ് മീൻ യൂസ് ചെയ്യണം, അല്ലാണ്ട് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, എനിവേ ഈ അസ്യൂംഡ് മീൻ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ എക്സ് വാല്യൂ ഉണ്ടല്ലോ, ഈ എക്സ് വാല്യൂന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക, അതിനെയാണ് എ എന്ന് പറയുന്നത്. അതാണ് അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്, അതാണ് എ. ഇനി ഈ ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഈക്വൽ ടു ഡി, അതായത് ഈ എക്സിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു മീൻ സെലക്ട് ചെയ്യുമല്ലോ, ആ മീൻ മൈനസ് ചെയ്യുക, അതാണ് എക്സ് മൈനസ് എ ഡി. അപ്പോൾ അതിങ്ങനെ പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിയുടെ ടോട്ടൽ വാല്യൂ കിട്ടും. ഞാൻ പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ഇത് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് അരിത്തമെറ്റിക് യൂസിങ് അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് അരിത്തമെറ്റിക് മീൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് ഈ ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ഇതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന് മനസ്സിലായി. കാരണം എന്താ, ഇവിടെ എക്സ് വാല്യൂസ് മാത്രമേ ഉള്ളൂ, ഇവിടെ എന്തില്ല, അതിൻ്റെ ഫ്രീക്വൻസി എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് തന്നിട്ടില്ലേ. സോ എന്താണിത്, ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഈ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് ഇതിൽ തന്ന പോലെ എല്ലാ ക്വസ്റ്റ്യനിലും തരില്ല കേട്ടോ. അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ 2, 4, 8, 12, 20, 33. ഓക്കെ, അത് നമ്മൾ ഇതുപോലെ താഴത്തോട്ട് എഴുതണം. കണ്ടോ, എക്സ് നമ്മൾ 2, 4, 8, 12, 20, 33 നമ്മൾ ആദ്യം എന്ത് ചെയ്യും, താഴത്തോട്ട് എഴുതി. എന്നിട്ട് എ ആയിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് അരിത്തമെറ്റിക് യൂസ് അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ എക്സ് വാല്യൂന്ന് ഏതെങ്കിലും ഒരു അസ്യൂംഡ് മീൻ നമ്മൾ എടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ആണ്. അതാവുമ്പോൾ അതിൽ നിന്നെല്ലാം മൈനസ് ചെയ്യാൻ സുഖമല്ലേ. പിന്നെ ഇവിടെ 2 എടുത്തിട്ടുണ്ട്, എ ഈക്വൽ ടു 2. ഓക്കെ, ഇവിടെ 2 ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക, എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ആയതുകൊണ്ട് തന്നെ എൻ എന്ന് പറയുന്നത് എത്രയാവും, ഇത് എണ്ണി നോക്കുന്നതാണ്. 1, 2, 3, 4, 5, 6 6 എന്ത് പറയുന്നത്, എണ്ണി വരുന്നത്. അപ്പോൾ എൻ നമുക്ക് 6 കിട്ടി. എ നമ്മൾ എടുത്തിട്ടുള്ളത് 2 ആയിട്ടാണ്, ഈ 2 നമ്മളിവിടെ എ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 കിട്ടി. ഇനി ഡി കാണണം. ഓക്കെ, ഈ ഡി ആണ് നമ്മൾ കാൽക്കുലേറ്റ്. ഡി കാണൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഈക്വൽ ടു ഡി ആണ്. എക്സ് മൈനസ് എ ആണ് എന്ത് പറയുന്നത്, ഡി എന്ന് പറയുന്നത്. ഈ എക്സിന്ന് എ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്. ഈ എ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2ൽ നിന്ന് ഈ 2 മൈനസ് ചെയ്യുക, 0 കിട്ടും. ഓക്കെ, പിന്നെ 4ന്ന് എ നമ്മൾ മൈനസ് ചെയ്യുക, 2 കിട്ടും. 8ന്ന് 2 മൈനസ് ചെയ്യുക, 6 കിട്ടും. 12ന്ന് 2 മൈനസ് ചെയ്യുക, 10 കിട്ടും. 20ന്ന് 2 മൈനസ് 18 കിട്ടും. 33 2 മൈനസ് 30. ഈ 2 എവിടെ നിന്നാണ് കിട്ടിയത്, ഈ എക്സ് നമ്മൾ എടുത്തതാണ്. മനസ്സിലായില്ലേ, ഈ എക്സിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുന്നതാണ് എന്ത് പറയുന്നത്, എ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ എക്സിന്ന് തന്നെ എല്ലാ എക്സിന്നും ഈ എന്ത് ചെയ്യണം, ഈ എ മൈനസ് ചെയ്യണം, എല്ലാ എക്സിന്നും, ഒന്നൊന്നായിട്ടില്ല എല്ലാത്തുനിന്നും. എന്നിട്ട് അതിൻ്റെ ടോട്ടലാണ് എന്ത് പറയുന്നത്, 67 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതായത് ഇപ്പോൾ അതിന് 2 പോയ 6 കിട്ടി, 10. അപ്പോൾ 6 2 8 18. അത് നമുക്ക് കൂട്ടി കിട്ടിയാൽ എത്ര കിട്ടും, 67 കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ഈ 67 എന്ന് പറയുന്നത്. അപ്പോൾ 67 ഡിവൈഡഡ് ബൈ 6 നമുക്ക് മനസ്സിലായില്ലേ, ഇതാണ് 6. 1 2 3 4 5 6. അപ്പോൾ 6 കിട്ടി. അപ്പോൾ 67 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 11.16 കിട്ടും. അപ്പോൾ 2 + 11.16 13.16 ആൻസർ വരുന്നത്. മനസ്സിലായില്ല ഇത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. അതായത് ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്, ആദ്യം മനസ്സിലായി. അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് കാണാൻ പറഞ്ഞുള്ളത്, യൂസിങ് അസ്യൂംഡ് മീൻ എന്നാണ്. അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടാണ് അരിത്തമെറ്റിക് മീൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം എക്സിനെ നമ്മൾ താഴത്തോട്ട് എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇഷ്ടമുള്ളത് ഇതിന്ന് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, പക്ഷേ ആൻസർ കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും. ഏത് സംഖ്യയാണെങ്കിലും നമുക്ക് എക്സിന്ന് എ ആയിട്ട് എടുക്കാം. ഇത് ഏറ്റവും ചെറിയ സംഖ്യ ആകുമ്പോൾ മൈനസ് ചെയ്യാൻ സുഖമായിരിക്കും. അതെല്ലാം ഇപ്പം 33 ഒക്കെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മൈനസ് വരും. അതാണ് ഞാൻ എന്ത് ചെയ്തത്, ചെറിയ സംഖ്യ എടുത്തത്. അപ്പോൾ എന്നിട്ട് ഈ 2ന്ന് ഈ എ മൈനസ് ചെയ്യുക, 4ന്ന് 2 മൈനസ്, അങ്ങനെ മൈനസ് ചെയ്താൽ നമുക്ക് 67 കിട്ടും. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് 67 കിട്ടും. എന്നിട്ട് പ്രോബ്ലം അപ്ലൈ ചെയ്യുക. ആദ്യം 67 ഡിവൈഡ് ബൈ 6 11.16, പിന്നെ 2 +
ഇതാണ് എന്ത് അസ്യൂംഡ് മീൻ യൂസിങ് ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാണാൻ പറഞ്ഞുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യൽ ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ. ഈ നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ സീരീസിൽ എങ്ങനെയാണ് അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കണ്ടിന്യൂ സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാണാൻ പഠിച്ചു, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിൽ കാണാൻ പഠിച്ചു. പിന്നെ ഇൻഡിവിജ്വൽ സീരീസിൽ അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാണുക എന്നുള്ളത് നമ്മൾ തൊട്ട് വീഡിയോ അല്ല ഈ വീഡിയോ തന്നെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് കണ്ടിന്യൂ സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാണുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ദി ആവറേജ് വീക്ക്ലി കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് 140 to 150, 150 to 160, 160 to 170, 170 to 150, 150 190, 190 to 200. നമ്പർ ഓഫ് വീക്സ് വരുന്നത് 5, 10, 29, 6, 2. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു കണ്ടിന്യൂ സീരീസ് ക്വസ്റ്റ്യനാണെന്ന് മനസ്സിലായി. കാരണം എന്താ? 140 to 150, 140 മുതൽ 150 വരെ, 150 മുതൽ 160 വരെ, 160 മുതൽ 170 വരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പോകുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ്? ഒരു കണ്ടിന്യൂ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? കണ്ടിന്യൂ സീരീസിൽ എങ്ങനെയാണ് നമ്മൾ കാണല്? A + സിഗ്മ FD/n. ഇതാണ് എക്സ് ബാർ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഇത് രണ്ടും താഴത്തോട്ടെടുത്ത് എഴുതാം. ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ക്ലാസ് പറയുമ്പോൾ 140 മുതൽ 200 വരെ എഴുതാം. 140, 150 ഇതാ. ഈ 5, 10 ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി അതിൽ ഡൗട്ടൊന്നും വേണ്ടത് എങ്ങനെ വന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ള സാധനമാണ് നമ്മൾ താഴത്തോട്ട് എഴുതിയിട്ടുള്ളത്. ഈ നേരെ എഴുതിയിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ട് താഴത്തോട്ടാക്കി എഴുതിയതേ ഉള്ളൂ. ഓക്കെ. നമ്മൾ എക്സ് കാണണം. കാരണം ഇവിടെ എക്സ് തന്നിട്ടില്ലല്ലോ, ഇവിടെ ക്ലാസ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ എക്സ് എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ ഇതാണ് എക്സ് കാണാനുള്ള ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു അപ്പർ ക്ലാസ് പ്ലസ് ലോവർ ക്ലാസ് ഡിവൈഡഡ് ബൈ 2. അതായത് അപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ 150 പ്ലസ് 140. അപ്പോൾ എത്ര കിട്ടി? 290 ഡിവൈഡഡ് ബൈ 2, 145. ഇതാണ് എക്സ് പറയുന്നത്. അങ്ങനെ എല്ലാത്തിൻ്റെയും ചെയ്യാം. 150 പ്ലസ് 160 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 155 കിട്ടും. പിന്നെ എല്ലാത്തിൻ്റെയും അങ്ങനെ ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള 145 എടുത്താൽ മതി. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കിങ്ങനെ സെൻട്രലായിട്ട് കിട്ടിയെന്ന് വരില്ല. അതാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ എക്സ് നമ്മൾ എങ്ങനെയാണ് കാണാം? അപ്പർ ക്ലാസ് പ്ലസ് ലോവർ ക്ലാസ് ഡിവൈഡഡ് ബൈ 2. ഇത് എല്ലാ ഇക്വേഷനും ഇത് എക്സ് കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി, ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. കാരണം ചില ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടി ഇങ്ങനെ തന്നെ വന്നോളണമെന്നില്ല. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. 145, 155, 165. ഇത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക ഓരോന്നിൻ്റെയും. അപ്പോൾ ഇത് തന്നെയല്ലേ കിട്ടണം നോക്കുക കേട്ടോ. ഓക്കെ. എനിവേ അപ്പോൾ നമുക്ക് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്താ വന്നിട്ടുള്ളത്? എക്സ് ബാർ ഈക്വൽ ടു A + സിഗ്മ FD/n. അപ്പോൾ നമുക്ക് ഇനി A കാണണം, FD കാണണം, N കാണണം. അപ്പോൾ A കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എക്സ് കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് എക്സിനെ കൊണ്ട് ഇവിടെ വേറെ വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിൽ നിന്നും ഏതെങ്കിലും ഒരു വാല്യൂ സെലക്ട് ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക നല്ലത്. വലിയത് എടുത്താൽ മൈനസ് ഒക്കെ വരും. അതായത് 145 നിന്ന് 195 മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ -50 വരും. അത് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പണിയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക. അപ്പോൾ എല്ലതും പ്ലസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓക്കെ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 145 അസ്യൂംഡ് മീൻ ആയിട്ട്. ഓക്കെ. അപ്പം നമ്മൾ ഡി കാണാം. ഇവിടെ ഡി കാണാൻ പറഞ്ഞിട്ടില്ലേ? ഡി എന്ന് പറയുന്നത് എങ്ങനെയാണ്? x - a. എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ 145 ഇവിടെ 150. എ എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആണ്. എല്ലായിടത്തും നമ്മൾ 145 തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 145 മൈനസ് ചെയ്താൽ 0, 155 145 മൈനസ് ചെയ്താൽ 10, 165 145 മൈനസ് ചെയ്താൽ 20, 175 145 മൈനസ് ചെയ്താൽ 30. അങ്ങനെ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഓക്കെ. ഇതാണ് ഡിയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ FD കാണണം. FD കാണുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എഫ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ. ഇതാണ് എഫ് പറയുന്നത്. ഇതാണ് ഡി എന്ന് പറയുന്നത്. x - a ആണ് എന്ത് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡി നമുക്ക് ഓരോന്നിൻ്റെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ FD കാണാം. FD കാണുക പറയുമ്പോൾ F × D ആണ് FD വരുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുമ്പോൾ 5 × 0 5 × 0 = 0, 10 × 10 = 100, 20 × 20 = 400, 9 × 30 = 270, 6 × 40 = 240, 2 × 80 = 100. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ആദ്യം
എ കാണുക, ആദ്യം എക്സ് കാണുക. എക്സ് കാണൽ എങ്ങനെയാണ്? അപ്പർ ക്ലാസ് പ്ലസ് ലോവർ ക്ലാസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഓരോന്നും അങ്ങനെ ചെയ്ത് നോക്കുക. 160 പ്ലസ് 150 ഡിവൈഡഡ് ബൈ 2 കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സ് കിട്ടും. എക്സ് നമ്മളൊരു വാല്യൂ നമ്മൾ എ ആയിട്ട് പെർമനൻ്റ് ആയിട്ട് സ്വീകരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഈ എക്സ് ഓരോന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സിൽ നിന്നും ഈ എ ഓരോന്നായിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. നമ്മൾ ഡി എഴുതി. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ പറഞ്ഞുള്ളതാണ് എഫ് ഡി ആണ്. സോ എഫ് ഡി കാണണം. അപ്പോൾ എഫ് ഇൻറ്റു ഡി. അപ്പോൾ 5 ഇൻറ്റു 0 0, 10 ഇൻറ്റു 10 100, 20 ഇൻറ്റു 20 400, 9 ഇൻറ്റു 30 270, 6 ഇൻറ്റു 40 204, 2 ഇൻറ്റു 50 100. എന്നിട്ട് നമ്മൾ എഫ് ഡി എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അപ്പോൾ 1110 കിട്ടും എഫ് ഡി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എക്സ് 145, അതായത് എന്ന് എടുത്തിട്ടുള്ള നമ്മളിവിടെ 145 ആണല്ലോ. 145 പ്ലസ് എഫ് ഡി അല്ലേ, സിഗ്മ എഫ് ഡി അല്ലേ വന്നിട്ടുള്ള. അപ്പോൾ എഫ് ഡി പറയുമ്പോൾ ഇതാണ് എഫ് ഡി. 1110 ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഓക്കെ, 5 പ്ലസ് 10 പ്ലസ് 20 പ്ലസ് 9 പ്ലസ് 6 പ്ലസ് 2 ഈക്വൽ ടു 52 കിട്ടും. ഓക്കെ, അല്ലാതെ ഇത് എത്ര ഉണ്ട് എന്ന് എണ്ണരുത് കേട്ടോ. 1 2 3 4 5 6 അല്ല, ഇത് എത്ര ഉണ്ട് ടോട്ടൽ, ഇതിൻ്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ ആണ് ഇവിടെ എഫ് ആയിട്ട് എടുക്കുക. അപ്പോൾ 52 നമുക്ക് കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് 21.35 കിട്ടും. 145 പ്ലസ് 21.35 166.35 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഈ ഇക്വേഷൻ ഉണ്ട് എഴുതി വയ്ക്കുക, എല്ലാ പ്രോബ്ലം കിട്ടിയാലും. എന്നിട്ട് ഈ ഇക്വേഷനിൽ ഓരോന്ന് എങ്ങനെയാണ് കാണേണ്ടത് നോക്കുക. ആദ്യം എ എങ്ങനെയാണ് കാണുക? എ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം എക്സ് കാണണം. എക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എക്സ് കാണുക. എക്സ് എങ്ങനെ കാണില്ല? അപ്പർ ക്ലാസ് പ്ലസ് ലോവർ ക്ലാസ് ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് എക്സ് കിട്ടും. എക്സ് എന്നൊരു വാല്യൂ നമ്മൾ പെർമനൻ്റ് ആയിട്ട് എ ആയിട്ട് അങ്ങ് സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് എ കിട്ടി. എഫ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. പിന്നെ ഡി കാണും. ഡി എങ്ങനെയാണ് കാണുന്നത്? ഡി കാണുകയെന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എ ആണ്. അതായത് എക്സ് വാല്യൂവിൽ നിന്നും ഈ പെർമനൻറ്റ് വാല്യൂ ഓരോന്നായിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി കിട്ടി. എന്നിട്ട് എഫ് ഡി കാണും. എഫ് ഡി എന്ന് പറയുമ്പോൾ എങ്ങനെ? എഫ് ഇൻറ്റു ടി. അപ്പോൾ അതായത് എഫ് ഓൾറെഡി തന്നിട്ടുണ്ടാകും. പിന്നെ നമ്മൾ കണ്ട ഡിയും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എഫ് ഡി കിട്ടി. എന്നിട്ട് എൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ എൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 52 കിട്ടി. പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അറിയാത്തതോ മനസ്സിലാവാത്തതോ എങ്ങനെയാണ് കിട്ടിയത് എങ്ങനെയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.